ഹായ് ഓൾ വെൽക്കം ടു നിമ്മീസ് ഡയറി. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന നല്ലൊരു ബീഫ് കറിയാണ് കേട്ടോ. നല്ല ചൂട് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ബീഫ് കറിയാണ്. സോ ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. ഇനി അതിലേക്ക് ഞാൻ 3 സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ 2.5 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. ഞാൻ സവോളേൻ്റെ ഉപ്പ് ഇടുന്നില്ല, അപ്പോൾ ഇതിൻ്റെ ഒപ്പമാണ് ഞാൻ ഉപ്പിടുന്നത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട സ്ഥിതിക്ക് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ഇളക്കി വെക്കാം. ഇളക്കിയിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിമ്മി സ്പെഷ്യൽ സൺഡേ ബീഫ് കറിയാണ് കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്യണേ. ഞാനിവിടെ ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നത് നമ്മുടെ മൺചട്ടിയിലാണ്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കി നമ്മുടെ മൺചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ ആവശ്യത്തിന് എണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ടു. ഇനി അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ടിട്ടുണ്ട്. ഇനി സവോള ഏകദേശം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 2 കതിർപ്പ് നമ്മുടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ബീഫ് മസാലയും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ച് മൂക്കുന്നോടെ വരെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് നന്നായിട്ട് ഇളക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി വെച്ച് ഞാൻ 2 മിനിറ്റ് കുക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അത് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇപ്പോൾ റെഡിയാവും. സോ നമ്മുടെ ചൂട് പൊറോട്ടയ്ക്കൊപ്പം നമുക്ക് നല്ല ബീഫ് കറി ഇട്ട് അടിക്കാവുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യണം. ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പ്ലീസ്. നല്ല അടിപൊളി